അവൻ കുറച്ചേരം ഓരോന്ന് ആലോചിച്ചിരുന്നു. ആരോ ഡോറിന് തട്ടിയപ്പോൾ ബാത്റൂമിൽ പോയി മുഖമൊക്കെ കഴുകിപ്പോയി കതക് തുറന്നു. സൂരജായിരുന്നു. ശിവ, ഡോക്ടർ പോലീസിനെ അറിയിക്കുന്ന കാര്യം ചോദിച്ചു. എന്താ ചെയ്യേണ്ടത്? ഞാൻ നോക്കിക്കൊള്ളാം. ശിവ, നീ എന്തെങ്കിലും കഴിച്ചേ? സമയത്രേ? ഇപ്പോൾ ഒന്നും വേണ്ട. അവരൊക്കെ എവിടെ? ശക്തിയുടെ റൂമിന് മുമ്പിലുണ്ട്. ഞാൻ നിന്നുള്ള അവിടെ. നീ എല്ലാവരെയും നോക്ക്. എല്ലാവരും കൂടെ ഇവിടെ നിൽക്കേണ്ടെന്ന് പറ. ശിവ പോയതും മാള് റൂമിലേക്ക് വന്നു. അവൾ സൂരജിനെ കണ്ടതും ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സച്ചുവേട്ട, വാവാച്ചി, അവൾക്ക് ഒത്തിരി വേദന സഹിച്ചില്ലേ പാവം. സൂരജിന്റെ കണ്ണു നിറഞ്ഞു. അവൻ അവളുടെ തലയിൽ തലോടി കൊടുത്തു. ഏയ്, നമ്മുടെ വാവാച്ചിക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ലടി. ആരാ അവര്? എന്താ ഇന്ന് നടന്നോക്കെ? എനിക്കറിയാം സച്ചുവേട്ട എല്ലാം അറിയാമെന്ന്. ഒന്ന് എന്നോട് പറ. സൂരജ് മാളുവിനോട് എല്ലാം പറഞ്ഞു. അവൾ ആകെ പേടിച്ചു പോയി. അമ്മാളു, ഇവിടെ പലർക്കും ഇതറിയാം. പിന്നെ വാവാച്ചിയുടെ വീട്ടുകാരറിയാൻ നോക്കണം. വാവാച്ചിയും. എനിക്ക് പേടിയാവും സച്ചുവേട്ട. ഇല്ലടി, അവളുടെ ദേവേട്ടനടുന്ന് അവൾ ആരും കൊണ്ടുപോവില്ല. ഇന്ന് വന്നവന്മാർക്കും അവനയച്ചവർക്കും പരീക്ഷയും കൂട്ടുപരീക്ഷയും ചേർത്ത് അവൻ കൊടുക്കും. അവന് നിനക്കറിയില്ല. അവളെ ആരെങ്കിലും തൊട്ടാ അവരുടെ കാലിനാവും അവൻ. അതറിയാതെ വന്ന് ചാടിയ അവന്മാരുടെ ആയുസിന്റെ ദൈർഘ്യം അത്രയേ ഉള്ളൂ എന്ന് കരുതിയാൽ മതി. ഇനി സൂരജ് പറയുന്നെല്ലാം കേട്ട് മാളു ആകെ ഒന്ന് പേടിച്ചു നിന്നു. അവൻ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് മൂർധാവിൽ ചുംബിച്ചു. പിറ്റേന്ന് വൈകിട്ടോടെ ശക്തിയെ റൂമിലേക്ക് മാറ്റി. ശങ്കറിനും ശേഖരനും പത്മിനിയും ലക്ഷ്മിയും മാളുവും സൂരജുമെല്ലാം ഹോസ്പിറ്റലിൽ തന്നെ നിന്നു. ബാക്കിയുള്ളവരെ നിർബന്ധിച്ച് വീട്ടിലേക്ക് അയച്ചു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അവർ വന്നുകൊണ്ടിരിക്കുന്നു. അവളെ റൂമിലേക്ക് മാറ്റിയതും ലക്ഷ്മിയും പത്മിനിയും അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അയ്യേ, എൻ്റെ അമ്മമാര് കരയില്ലേ? എനിക്കൊന്നുമില്ല, നോക്കിയേ. നിങ്ങളിങ്ങനെ തുടങ്ങി എങ്ങനെ? അവൾ കൂടി വിഷമിപ്പിക്കാതെ. സൂരജ് അവരെ വഴക്ക് പറഞ്ഞു. അവർ വേഗം മുഖമൊക്കെ തുടച്ചു. അതെ, നിങ്ങളുടെ ഭാര്യമാരല്ലേ ഇവര്? അവർ പിടിച്ചോണ്ട് പോയി. അവൻ ശങ്കരനോടും ശേഖരനോടും പറഞ്ഞു. അവർ അവിടെ അടുത്ത് വന്നു. എന്നാൽ അവരുടെ കണ്ണ് നിറഞ്ഞിരുന്നു. ഇതായിപ്പോൾ നന്നായത്. നിങ്ങൾ കൂടെ തുടങ്ങിക്കോ. വാവാജി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എൻ്റെ വാവാജി ഡബിൾ സ്ട്രോങ് ആണ് അല്ലേ? പിന്നല്ലാതെ. അയ്യടാ, തൻ്റെ വാവാച്ചിയോ? അവള് എൻ്റെ വാവാച്ചിയാ. നീ പൊടി, താൻ പോടോ പാഷാണത്തിൽ ക്രിമി. ഡീ, തുടങ്ങി. രണ്ടിനും ചവിട്ടി വെളിയിലിരുന്നോ? ശങ്കർ അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവരൊന്ന് വിളിച്ചുകൊണ്ട് ശക്തിയെ നോക്കി. വല്ല കാര്യമുണ്ടായിരുന്നോ? അവൾ അവരെ നോക്കി ചോദിച്ചു. അവർ നന്നായിട്ടൊന്ന് ചിരിച്ചു കൊടുത്തു. ശക്തി അവരെ നോക്കി ചിരിച്ചു. അവളുടെ ചിരിച്ച മുഖം കണ്ട് എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു. മരുന്ന് വാങ്ങിക്കാൻ പോയ ശിവ അപ്പോൾ കയറി വന്നു. അവൻ മരുന്ന് ടേബിൾ വെച്ച് ശക്തിക്കരികിലിരുന്നു. എല്ലാവരും അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. വാവേ, വേദന ഉണ്ടോ മോൾക്ക്? പ്പോൾ എനിക്കൊന്നും അറിയില്ല. അവൻ പതിയെ മുറിവിൽ ഉമ്മവെച്ചു. നെറ്റിയിലെ മുറിവിലും ചുണ്ടി ചേർത്തു. പതിയെ ടോപ്പ് പൊന്തിച്ച് വിറക്കുന്ന അതിരങ്ങളോടെ വയറിലെ മുറിവിലും ചുംബിച്ചു. പിന്നെ അവളുടെ മുഖത്താകെ അവൻ്റെ ചുംബനമുദ്ര പതിഞ്ഞു. ശക്തി നിറഞ്ഞ കണ്ണാൽ അത് സ്വീകരിച്ചു. കുഞ്ഞിന് വിശക്കുന്നുണ്ടോ? എന്തെങ്കിലും തരട്ടെ? എന്താ വേണ്ട വാവക്ക്? ഐസ്ക്രീം മതി. അവനും ചിരിച്ചു. ഐസ്ക്രീം നമുക്ക് വീട്ടിലെത്തിയിട്ട് കഴിക്കാം. ഇപ്പോൾ വയ്യാത്തല്ലേ, അത് കഴിക്കാൻ പാടില്ല. ഏട്ടൻ്റെ കുഞ്ഞല്ലേ, പറഞ്ഞു കേൾക്കുവാവേ. പകരം എനിക്ക് പിന്നീട് കുറേ വാങ്ങിച്ചു തരുമോ? എത്ര വേണേലും വാങ്ങിച്ചു തരാം കേട്ടോ. അവൻ അവളുടെ നെറ്റിയിൽ പതുക്കെ ചുംബിച്ചു. 1-2 ദിവസം കഴിഞ്ഞു. ശക്തിയുടെ എല്ലാ കാര്യങ്ങളും ശിവ തന്നെ നോക്കി. വേറെ ആരെക്കൊണ്ടും അവളൊന്ന് തൊടാൻ പോലും അവൻ സമ്മതിച്ചില്ല. 1-2 ദിവസം കഴിഞ്ഞു. രാത്രി പിന്നെ അധികം ആരും നിൽക്കേണ്ടെന്നുള്ളത് കൊണ്ട് അവൻ മാത്രം നിന്നു. രാത്രി അവൻ അടുത്ത് കിടക്കണമെന്ന് ശക്തിക്ക് നിർബന്ധമായിരുന്നു. അവൻ അവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിച്ചില്ല. അവളും എണീറ്റിരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവളുടെ അടുത്തായി അവളെയും നോക്കി അവൻ ചെരിഞ്ഞു കിടക്കും. അവൻ്റെ ചൂട് പറ്റാതെ ശക്തി ഉറങ്ങില്ലെന്നായി.
രാത്രി ശക്തി ഉറക്കി അവളുടെ അടുത്ത് അവളെയും നോക്കി കിടക്കുകയായിരുന്നു ശിവ. ഡോറിനാരോ കൊട്ടുന്ന ശബ്ദം കേട്ട് അവൻ പോയി കതക് തുറന്നു. പുറത്ത് നിൽക്കുന്ന ആളെ കണ്ടതും അവൻ ദേഷ്യത്തോടെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി. അയാൾ അവൻ്റെ പിന്നാലെ കയറി നേരെ ശക്തിയുടെ അടുത്ത് പോയി. അവളെ കണ്ടതും ആ കണ്ണും നിറഞ്ഞു. അവൻ പതിയെ അവളുടെ തലയിലും തലോടി. ശിവയെല്ലാം കണ്ട് മിണ്ടാതെ തന്നെ നിന്നു. അയാൾ ശിവയുടെ അടുത്തേക്ക് പോയി അവൻ്റെ ഷോൾഡറിൽ കൈവച്ചു. ശിവ കൈ തട്ടിമാറ്റി അവൻ്റെ കോളറിന് പിടിച്ചു. ഞാൻ പറഞ്ഞതല്ലേ അന്ന് അവനെ പൊക്കണമെന്ന്, നീയല്ലേ തെളിവിന് കാത്തുനിന്ന്. എന്നിട്ടിപ്പോ എന്തായി? എന്റെ പെണ്ണിനെ എന്റെ കൺമുമ്പിലിട്ടാണ് അവർ കൊല്ലാകൊല ചെയ്ത് അവളെ വേദനിപ്പിച്ച്. ശിവ, ഇനി വൈകിക്കില്ലടാ. ഇങ്ങനൊരു ആക്രമണം വാവച്ചിക്ക് നേരെ ഞാൻ പ്രതീക്ഷിച്ചില്ലടാ. അവൾക്ക് എന്തെങ്കിലും വന്നാൽ എനിക്ക് താങ്ങാനാവുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അവൾ എൻ്റെ പെങ്ങളല്ലേടാ. അവൻ കണ്ണു നിറച്ചുകൊണ്ട് ശിവയെ കെട്ടിപ്പിടിച്ചു. ശിവ അവനെയും. കുറച്ചു നേരത്തിന് ശേഷം ശിവ അവനിൽ നിന്ന് മാറി ശക്തിയും നോക്കി. ഇനി എനിക്ക് കാത്തിരിക്കാനാവില്ല. എവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവനെ കണക്ക് ഞാൻ തീർക്കും. അതും കേട്ടുകൊണ്ടാണ് ശക്തി കണ്ണു തുറന്ന്. അവൾ ആദ്യം ഒന്ന് പേടിച്ചു. ശിവ പറഞ്ഞത് അവൾ വ്യക്തമായി കേട്ടിരുന്നു. ദേവേട്ടാ. അവൻ വേഗം അവളുടെ അടുത്തേക്ക് പോയി. വാവേ, എന്താ മോളെ? ഏട്ടാ, ഏട്ടൻ ആര് തീർക്കുന്നാ പറഞ്ഞേ? ഏയ്, ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. ഉണ്ട്, ഞാൻ കേട്ടതാ. ഇല്ല വാവേ, മോൾക്ക് തോന്നിയതാവും. അപ്പോഴാണ് അവൾ റൂമിലുള്ള ആളെ ശ്രദ്ധിച്ച് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. വാവാച്ചി കൊച്ചിന് എന്നെ മനസ്സിലായോ? അവൾ അവനെ നല്ലോണം നോക്കി. ശിവയെ നോക്കിയപ്പോൾ അവൻ അവൾ നോക്കി പുഞ്ചിരിച്ചു. അലക്സി ചായൻ? അവൾ അവനെ നല്ലോണം നോക്കി. ആഹാ, എന്നെ മനസ്സിലായല്ലോ. മറുപടിയായി ശക്തിയും ചിരിച്ചു. എങ്ങനെയുണ്ട് ഇപ്പോൾ? മോൾക്ക് വേദനിക്കുന്നുണ്ടോ? ഇല്ല. അവൾ ശിവയെ നോക്കി. അവൻ ചിരിച്ചുകൊണ്ട് വന്ന് അവളുടെ അടുത്തായി തലയിൽ പതിയെ തലോടി. അലക്സി രണ്ടുപേരെയും മാറി മാറി നോക്കി. ഈ അസുരനെ മോളെങ്ങനെയാ സഹിക്കുന്നേ? അവിടെയുള്ള കസേരയിൽ ഇരുന്നുകൊണ്ട് അലക്സി ചോദിച്ചു. ശക്തി ശിവയെ നോക്കി. അവൻ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു, എൻ്റെ ദേവേട്ടൻ പാവ. അത് കേട്ടതും അലക്സിയുടെ കണ്ണും തള്ളി. പാവോ? ഇവനോ? ഈശ്വര, ആദ്യമായിട്ടാ ഒരാൾ ഇവൻ പാവാന്ന് പറയുന്നത്. അത് കേട്ടതും ശക്തിയും ചിരിച്ചു. അലക്സി പിന്നെയും കുറച്ചേരം അവരോട് സംസാരിച്ചിരുന്നിട്ടാണ് പോയത്. ശക്തിക്ക് അവനോട് സൂരജിനോട് എന്നുള്ള പോലെ ഒരു അടുപ്പം തോന്നി. അവൻ ഇറങ്ങാൻ നേരം ശിവയും പുറത്തേക്ക് ഇറങ്ങി. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിവയുടെ മുഖം മാറുന്ന ശക്തി ശ്രദ്ധിച്ചു. അതുകണ്ട് അവൾക്ക് പേടി തോന്നി. അലക്സി പോയതിനു ശേഷം ശിവ വാതിലടച്ച് അകത്തേക്ക് വന്ന് അവളുടെ അടുത്തായി കിടന്നു. ദേവേട്ടാ. അവൻ അവളുടെ മുഖത്തൂടെ പതിയെ വിരലുകൾ ഓടിച്ചു. ദേവേട്ടാ. പറയൂഞ്ഞേ. ഏട്ടാ പ്ലീസ്, ഏട്ട ഇനി അതിൻ്റെ പിന്നാലെ പോവല്ലേ. എനിക്ക് പേടിയാ. അവരൊന്നും ചെയ്യാൻ മടിക്കാത്തവരാ. ഇല്ലടാ, മോൾ ഉറങ്ങിക്കോ. ഏട്ട എനിക്ക് വാക്കുതാ. ശക്തി കൈനീട്ടി അവനോട് പറഞ്ഞു. അതെന്താ, മോൾക്കെന്നെ വിശ്വാസമല്ലേ? ഇല്ല, ഈ കാര്യത്തിൽ എനിക്ക് തീരെ വിശ്വാസമില്ല. ശിവ ചിരിച്ചുകൊണ്ട് അവളുടെ കൈ താഴ്ത്തി വെച്ച് പതിയെ അവളുടെ മുഖത്തൂടെ ഒന്ന് കണ്ണോടിച്ചു. 2 ദിവസം കൊണ്ട് അവൾ ആകെ ക്ഷീണിച്ച പോലെ തോന്നി അവന്. പക്ഷേ തന്നെ കാണുമ്പോഴുള്ള ആ കണ്ണിലെ തിളക്കം അവനെ വല്ലാതെ അവളിലേക്ക് അടുപ്പിച്ചു. പതിയെ കൈകൊണ്ട് അവളുടെ കവിളിൽ തലോടി ചുണ്ടിലൂടെ വിരലോടിച്ചു. അവളുടെ കണ്ണിലേക്ക് ഒന്നുകൂടെ നോക്കി. അവൾ അവൻ്റെ കൈ എടുത്തു മാറ്റി. എനിക്കെങ്ങും വയ്യ, ശ്വാസം കിട്ടാതെ പിടയാൻ എന്നും പറഞ്ഞ് ശക്തി മുഖം തിരിച്ചു കളഞ്ഞു. അവൻ വീണ്ടും മുഖം തൻ്റെ നേർക്ക് തിരിച്ചു. അവൻ്റെ കണ്ണിൽ വിരിയുന്ന പ്രണയം അവളെ ആകെ തകർത്തി കളഞ്ഞു. തൻ്റെ ചുണ്ടിനെ തേടി വരുന്ന അതിൻ്റെ ഇണയെ അവൾ ചിരിച്ചുകൊണ്ട് തന്നെ സ്വീകരിച്ചു. അവൻ പതിയെ ആ റോസാപ്പൂതളങ്ങളിലേക്ക് ചുണ്ടുകൾ ചേർത്ത് അതിനെ പതിയെ നുകർന്നു. കുറച്ചു നേരത്തിന് ശേഷം അവൻ മുഖം മാറ്റി അവളുടെ ചുണ്ടുകൾ തുടച്ചു കൊടുത്തു. കവിളിൽ ഒന്നുകൂടി അമർത്തി ചുംബിച്ചു. കുറച്ചു നേരത്തിന് ശേഷം അവൻ മുഖം മാറ്റി അവളുടെ ചുണ്ടുകൾ തുടച്ചു കൊടുത്തു. കവിളിലൊന്ന് അമർത്തി ചുംബിച്ചു. അപ്പം മര്യാദക്ക് ഉമ്മക്കാനും അറിയാലേ, എന്നിട്ടാണോ എന്നെ എപ്പോഴും ശ്വാസം മുട്ടിക്കുന്നേ? ആഹാ, ഇപ്പം നിനക്ക് വയ്യാത്തോണ്ട് ഞാൻ എന്നെ നിയന്ത്രിച്ചല്ലേ പെണ്ണേ. എത്ര പാടുവിട്ടെന്നറിയോ? എനിക്കിതിങ്ങനെ കാണുമ്പോഴേ കടിച്ചു പറിച്ച് തിന്നാനാ തോന്നണേ. അവൻ അവളുടെ ചുണ്ടിനെ തലോടിക്കൊണ്ട് പറഞ്ഞു. ഈ ദേവേട്ടൻ. ശക്തി നാണത്താൽ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ അവളുടെ മുഖം തൻ്റെ നേരെ തിരിച്ചു അവളുടെ മുഖത്തൂടെ കണ്ണോടിച്ചു. എന്തെങ്കിലും നോക്കുന്നേ? നിന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നാ പെണ്ണെ. എപ്പോഴും ഓരോ നിമിഷം കഴിയും തോറും എനിക്ക് നിന്നുള്ള ഭ്രാന്ത് കൂടി വരിക. എനിക്ക് തന്നെ എന്നെ നിയന്ത്രിക്കാനാവാത്തൊരവസ്ഥയിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു ലഹരിയാണ് പെണ്ണെ നീ എനിക്ക്. നിന്നിൽ ഞാൻ വല്ലാതെ അടിമപ്പെട്ടു പോകുന്നു. ഒരിക്കൽ കൂടി അവളുടെ അധരങ്ങളെ അവൻ കവർന്നെടുത്തു. ഇടയ്ക്ക് ശ്വാസത്തിനായി അവളൊന്ന് പിടഞ്ഞു. അവൻ വേഗം വിട്ടുമാറി അവളുടെ ചുണ്ട് തുടച്ചു കൊടുത്തു. ഇതാ ഞാൻ പറഞ്ഞേ. ഹോ! അവൻ തലയൊന്ന് കുടഞ്ഞു. ശക്തി ചിരിച്ചുപോയി. നീ ചിരിച്ചോ, എല്ലാം കൂടി ഞാൻ തരുന്നുണ്ട്, നീ താങ്ങില്ല കേട്ടോ.
ശക്തി അവൻ്റെ കവളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ആണോ? അവൻ അറിയാൻ തലയിളക്കി. എന്നെ താങ്ങാനും എന്നിലെ വന്യതയെ സഹിക്കാനും നിനക്കേ ആവും, നിനക്ക് മാത്രം. അവൻ അവളുടെ മൂർധാവിൽ ചുംബിച്ചു. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പതിയെ തലോടി. അവൻ്റെ നെഞ്ചിലെ താളം കേട്ട് അവൾ പതിയെ ഉറങ്ങി.